സാമ്പത്തിക പ്രതിസന്ധിക്കിടെ 10 കോടി ചെലവിട്ട് മന്ത്രിസംഘത്തിന്റെ വിദേശയാത്ര. ഡാവോസിൽ ലോക സാമ്പത്തിക ഫോറം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടുന്ന 9 സംഘത്തിന്റെ യാത്ര. ആർ ശ്രീത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, യാത്രയെപ്പറ്റി സർക്കാർ പറയുന്നത് എന്താണ്? കഠിനമായ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് 10 കോടി ചെലവിടൽ ഉചിതമാണ് എന്ന് തന്നെയാണോ സർക്കാർ നിലപാട്? ശ്രീത്ത്, കാശ്മീർ ഈ മാസം 21 മുതൽ 24 വരെ സ്വിറ്റ്സർലൻഡിലെ ലാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് വ്യവസായ മന്ത്രി ടി രാജീവും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും അടക്കം 9 സംഘം സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നത്. ഇതിനായി 10 കോടി രൂപ അനുവദിച്ച തുകയ്ക്ക് ബജറ്റ് മാർഗദർശനങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്നും ഒപ്പം തന്നെ വെയ്സാൻമെന്റ് ക്ലിയറൻസിൽ നിന്നും ട്രഷറി നിയന്ത്രണത്തിൽ നിന്നും ഇളവ് നൽകിയാണ് പണം അനുവദിച്ചിരിക്കുന്നത്. ഈ 10 കോടി രൂപ ചെലവിട്ട് ഇത്തരം നടത്തുന്ന യാത്ര ദൂരത്താണോ വിമർശനം സർക്കാരിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. കാരണം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. എല്ലാ വകുപ്പുകളുടെയും ബജറ്റ് വിഹിതം 50% വെട്ടിക്കുറച്ചു. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അത് വാർത്ത നൽകുകയും ചെയ്തു. ഇത്തരം കടുത്ത സാമ്പത്തിക സാഹചര്യത്തിൽ 10 കോടി ചെലവിട്ട് ഒരു വിദേശയാത്ര വേണോ? ആ യാത്ര കൊണ്ട് എന്താണ് സംസ്ഥാനത്തിന് ഗുണം എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്തായാലും സർക്കാർ നൽകുന്ന വിശദീകരണം ഇത്തരം സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് കേരളത്തിന്റെ നേട്ടങ്ങളും കേരളത്തിന്റെ നിക്ഷേപം ആകർഷിക്കാനുള്ള നടപടികളും നടത്തുന്നു എന്നാണ്. അവിടെ 50 സ്ക്വയർ ഫീറ്റുള്ള ഒരു സ്റ്റാള് ക്രമീകരിക്കുന്നതിന് കൂടിയാണ് 10 കോടി രൂപ അനുവദിച്ചിരിക്കുന്നതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. 10 കോടി രൂപ അനുവദിച്ചതിപ്പോ ഉറപ്പായും പ്രതിപക്ഷം പ്രശ്നമാക്കുമല്ലോ ശ്രീത്ത്. കാര്യം ഇത് സാമ്പത്തിക മാന്ദ്യകാലമാണ്. നമ്മൾ വയനാട്ടിലടക്കം നമ്മുടെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരിയാണ്, ദാവോസിൽ അത് പങ്കെടുക്കേണ്ടതാണ്. എങ്കിലും ഈ സമയത്ത് ഈ പറയുന്ന 10 കോടി ചെലവാക്കി പോകുന്നതിൽ ഒരു രാഷ്ട്രീയ വിശദീകരണം കൂടി സർക്കാർ നൽകേണ്ടി വരില്ലേ? കാശ്മീർ തീർച്ചയായും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ഒപ്പം തന്നെ ചെലവുകൾ ചുരുക്കണമെന്ന കർശനമായ ധനവകുപ്പിന്റെ നിർദ്ദേശം, ബജറ്റ് വിഹിതം 50% വെട്ടിക്കുറച്ചിരിക്കുന്നു. അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാത്ത അവസ്ഥ. ഈ സാഹചര്യത്തിലാണ് 10 കോടി രൂപ ചെലവിട്ടുകൊണ്ടുള്ള വിദേശയാത്രയ്ക്ക് മന്ത്രിയും മറ്റു പരിവാരങ്ങളും പോകുന്നത്. മൊത്തം 9 പേരുണ്ട്. ഈ യാത്രാ സംഘത്തിൽ വ്യവസായ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അടക്കമുണ്ട് എന്നാണ് നമുക്ക് ഉത്തരവിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ഒരു ഇത്രയധികം 3 പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുണ്ട്. എന്തിന് ഇത്രയും അധികം വലിയൊരു സംഘം അവിടേക്ക് പോകുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷം സ്വാഭാവികമായി ഇതിനെതിരെ രംഗത്ത് വരാനാണ് സാധ്യത. പ്രത്യേകിച്ചും ക്ഷേമ പെൻഷൻ അടക്കമുള്ള കുടിശ്ശികൾ മുടങ്ങിക്കിടക്കുന്നു, ക്ഷേമനിധി ബോർഡുകളിലുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നു. ഇത്തരം ഗുരുതരമായ സാമ്പത്തിക സാഹചര്യത്തിൽ എന്തിന് വിദേശയാത്ര എന്ന ചോദ്യം രാഷ്ട്രീയമായി തന്നെ ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആർ ശ്രീത്താണ്. ലോക സാമ്പത്തിക ഫോറം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അത്യാവശ്യമാണ് എന്ന് സർക്കാർ കരുതുന്നു. അതിനുവേണ്ടി മാന്ദ്യകാലത്ത് 10 കോടി രൂപ ചെലവിടുന്നതിൽ പ്രശ്നമില്ലെന്നും സർക്കാർ കരുതുന്നുണ്ട്. ഒരുപക്ഷേ രാഷ്ട്രീയ പ്രതികരണം പ്രതീക്ഷിക്കുകയും ചെയ്യാം.